ഇത് നമ്മുടെ സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്ക്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത്, അതായത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ആലുവയ്ക്ക് പോകുമല്ലോ, ആലുവയ്ക്കോ അങ്കമാലിക്ക് വരാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സംഭവം കാണുന്നത്. ഞാനിപ്പോൾ അടുത്തിടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്ന്. പക്ഷേ 50 രൂപയാണ് എൻട്രൻസ് ഫീസ് വാങ്ങിക്കുന്നത്. വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ കാറിന് പാർക്കിങ്ങിന് വേണ്ടി 50 രൂപ അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. പിന്നെ ആ കയറി, ഇതിപ്പോൾ ഞാനിപ്പോൾ റിട്ടേൺ പോകുന്നതിൻ്റെ ആണ്, ഞാൻ കയറി വരുന്നതിൻ്റെ അടുത്തല്ല. ഇത് റിട്ടേൺ പാർക്കിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യം. പിന്നെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് 6 മണി ഒരു 5:45 പോകണം. ആ നേരെ കണ്ട ഗേറ്റിൽ അതിൻ്റെ അവിടേക്ക് കുറച്ച് കാണാനുണ്ടെന്നാണ് തോട്ടം. ഞങ്ങൾ അത് അറിഞ്ഞപ്പോഴേക്കും ലേറ്റായിപ്പോയി. അപ്പോൾ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഉച്ച കഴിഞ്ഞിട്ട്, ഉച്ച സമയത്താണ്, ഉച്ച കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ഏകദേശം ഒരു 4:30 ആയി. 4:30 5:45 ആകുമ്പോഴേക്കും 4:30 ആയപ്പോൾ അവിടെ എത്തി. 5:45 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. അതാണ് അവർ പറഞ്ഞ കാര്യം. ഇതിപ്പോൾ എൻട്രൻസ് സംഭവം കാണുന്നത്. അപ്പോൾ ഞങ്ങളവിടെ വന്ന് നിന്നതിന് ശേഷം നേരെ തിരിഞ്ഞ് നിന്ന് എടുത്ത ചെറിയൊരു വീഡിയോ. ഇതാണ് എയർപോർട്ടിൽ നിന്ന് വരുന്നത്. ആ റൈറ്റ് സൈഡിലാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ആ വണ്ടികൾ പോകുന്നത് നമ്മുടെ ആലുവയ്ക്ക് പോകുന്നത്. അപ്പുറ സൈഡിൽ കൂടെ പോകുന്നത് എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. അപ്പുറ സൈഡിൽ റൂട്ട്. അപ്പോൾ വരുന്നവർ യൂ ടേൺ എടുത്ത് അപ്പുറ സൈഡിൽ കൂടെ വരികയാണെങ്കിൽ യൂ ടേൺ എടുത്താൽ മതി. ഇത് ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് തിരിച്ചു പോകുന്ന കേട്ടോ. തിരിച്ചു പോകണമെന്ന് വെച്ചാൽ പാർക്കിങ്ങിൽ നിന്ന് നേരെ ആ പാർക്കിലേക്ക് കയറുന്നതാണ്. ആ പാർക്കിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കിംഗ് സെക്ഷനും അവരിട്ടേക്കുന്നത്. ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ കോളേജ് പിള്ളേരാണ് ഇവിടെ കൂടുതലും വരുന്നത് എന്നാണ് അവിടെ നിന്ന് അറിയാൻ പറ്റിയത്. കോളേജ് പിള്ളേർ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം. പക്ഷെ വൈകുന്നേര സമയങ്ങളിൽ രസം കേട്ടോ, നല്ല അടിപൊളി വൈബാണ് വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ വേറെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5:45 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഒരു 4 മണി, ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കുളിരും നല്ല അടിപൊളി ഇതാണ്. പിന്നെ കാലത്തും നല്ല രസമാണ് വരാനായിട്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് സൈഡിലുള്ള ഒരു പാർക്ക്, ബയോളജിക്കൽ പാർക്ക്. പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. കാര്യം ഞാനിത് വലുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പോകാൻ സാധിക്കാത്തൊരു വീഡിയോ ഫുള്ളായിട്ട് ഇത് കണ്ടോളൂ. രസമുണ്ട് സ്ഥലമൊക്കെ കാണാനായിട്ട്. പക്ഷേ കുഴിയൊക്കെ കുതിച്ച് കുളമൊക്കെ തോണ്ടി വെച്ചത് വെള്ളം കാണാൻ ഒന്നിനും കൊള്ളില്ല എന്ന് മാത്രം. ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം. അത് മൂട് പോവില്ല. Careful, careful. Careful. No.
ഒരാളിട്ടോ ഇച്ചു വെയിറ്റ്. ആ now your turn. നീ പറഞ്ഞ ഇതിങ്ങള് വെള്ളം നിറച്ചിട്ടിട്ട് വെള്ളത്തിന് ക്ഷാമോന്ന് തോന്നണ്, നിർത്തിക്കളഞ്ഞ്. പയ്യെ പയ്യെ പയ്യെ. എനിക്ക് തോന്നണേ കാലത്ത് വരാണെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഇച്ചു കാല് പൊക്കി പിടിക്കേ. ലിഫ്റ്റ് ഫീറ്റ്. ഇച്ചു ലിഫ്റ്റ് ഫീറ്റ് ലൈക്ക് ദിസ്. ബോത്ത് അത് ഈ കുഞ്ഞു പിള്ളേരുടെ സാധനം, അതുകൊണ്ടല്ല അങ്ങനെ വെച്ചേക്കണത്. ഇല്ല എനിക്കിത് എന്നാ എയർപോർട്ടിന്റെ സൈഡിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയണതാ. ഇത് പാസ് എത്രയാ ഇങ്ങോട്ട് കയറണേന്? 50 രൂപ വെച്ച്. ഒരാൾക്ക് 50 രൂപ. പാർക്കിങ്ങിന് ചാർജ് ഉണ്ടോ? പാർക്കിംഗ് ചാർജ് ഉണ്ട്. ഓ പാർക്കിംഗ് ചാർജ് 50 രൂപ. വേറെ ഒന്നുമില്ല, കുറേ മുളകളുണ്ട് ഇവിടെ, പിന്നെ കുറേ എന്തൊക്കെയോ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കേരള വന്യം വകുപ്പ് പ്രകൃതി പഠന കേന്ദ്രം കാലടി ഡിവിഷൻ സുവർണ്ണ ബയോളജിക്കൽ പാർക്ക് നെടുമ്പാശ്ശേരിയിലാണ് ഈ പറഞ്ഞ സ്ഥലം. മിയാവാക്കി വനം ഡിജിറ്റൽ പ്ലാൻ. അത് ഈ പറഞ്ഞോണം ഇത്രയും സാധനങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
പൂങ്ങ്. ഇത് എന്തൊക്കെ പേര് നടക്കണ്ട. ഇത് ഇവിടുത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി തന്നത്. ചെറിയ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എവിടെ ഇത് ഞാൻ ആലോചിക്കണത്, ഈ ആപ്പട ഒരു ഇച്ചിരിയുള്ള ഈ ഇടം കാണാനാണ് 50 രൂപ വാങ്ങിക്കുന്നത്. അതൊരു ഇച്ചിരി അതിക്രമമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ? ഏതാ മംഗോസ്റ്റിൻ? ഹേയ്, ഇതാണോ നമ്മുടെ വീട്ടിലുള്ളത്? ഇങ്ങനത്തെ ഇലയാണല്ലോ. ഏ അവിടെ എന്താ ചെറിയ കടയൊക്കെ ഉണ്ട്. ഓ, ഇതൊക്കെ എവിടെ കൊണ്ട് കത്തിക്കുമല്ലേ? ഇവിടെ കത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി കിട്ടും. ഇത്രയും ഈ ഉണങ്ങിയ കരിയില്ലേ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കയറി ഇരിക്കാനൊക്കെ ആയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ, ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതാ? ആ ആ നല്ല രസമുണ്ട് അത്. അത് ഇരിക്കാനുള്ള സാധനമാണോ അത്? ഓ, ഇത് ഇവരുടെ ഓഫീസാന്ന് തോന്നല്ലേ? ഓഫീസല്ലേ? ആ, സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നത്. മറ്റേ ഇതൊക്കെ ആയിരിക്കും, കാട്ടുതേങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇല്ല, എപ്പോഴും ഇറങ്ങാൻ പോകണമെന്ന് പോയി. എല്ലാ സ്ഥലത്തും മംഗോസ്റ്റിനാണ് കൂടുതൽ. അവരെവിടെ പോയി? മെയിൻ ഇതെന്തുവാ, മുളയുടെ സംഭവം മാത്രമേ ഉള്ളൂ. പീലാണ്ടി ചന്ദ്രു 48 വയസ്സ്. എന്തുവാ ഇത്? പീലാണ്ടി ഏത് ജനുണ്ടോ അങ്ങനെ ദേഷ്യം. സാധനം വീട്ടിലടച്ചോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആനയെ കുറിച്ചാണ്. ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടോ? ആ, ചായയാണ്. ഓ, ഇത് ചിലപ്പോൾ ഇവരുടെ തന്നെ ആൾക്കാർ താമസിക്കുന്നതായിരിക്കും വീട്. കൂട്ടിലടച്ചേക്കാണെന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങാനും കാണുന്നുണ്ടോ?
ഇതാണ്, ഇത്രയാണ് ഇവരുടെ മാത്രം ഭംഗി. ഒരു ചായ കുടിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ ഒന്ന് ഇവിടുന്ന് ഇവിടെ വെച്ച് നടക്കാനിടയുണ്ട്, അത്രേ ഉള്ളൂ. അതെ, ചെറിയൊരു ടേബിളും. ഇതെന്താ ഇലയാണത്? ഇതിൻ്റെ ഇല തന്നെയാണോ അത്? അല്ലല്ലേ. അത് ഒത്തിരി പഴകിയിട്ട്. അതെ, ഞാൻ പറഞ്ഞില്ലേ, വൻതേൻ, ചെറുതേൻ, കസ്തൂരി മഞ്ഞൾ, ഇഞ്ച, ചന്ദന സോപ്പ്. 6 മണി വരെയാണ്. രക്തഗന്ധം, ഗ്രാമ്പു, യൂറിയ, ഇത്ര സാധനങ്ങൾ ഇതിനകത്ത്.